വെള്ളത്തിൽ നീന്താൻ ഇറങ്ങിയ പക്ഷെ സ്ഥലം മാറി കാണുന്നവര് പറയും കുറച്ചു നേരം അത് അനങ്ങാതെ കിടക്കും. കരിമീനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. ഇതിൻ്റെ ഇണയല്ല കൂടെയുള്ളതെങ്കിൽ അതങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുണ്ടാക്കും. അതിലാരോഗ്യം കൂടിയ കരിമീൻ ജീവനോടെ നിൽക്കും, മറ്റത് ചത്തും പോവും. അതാണ് അതിൻ്റെ സത്യം. പക്ഷെ ഈ വെയിൽ അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാലും വീഡിയോയിൽ ക്ലിയർ ആകുന്നില്ലല്ലേ, വെളുത്തിരിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നും കരിമീൻ പിടിക്കാൻ പോയാലോ? കരിമീൻ പെട്ടി ഇട്ടിട്ടുണ്ട്, നമുക്ക് കരിമീൻ പിടിക്കാൻ പോവാം. നമ്മൾ കപ്പ എടുത്തിട്ടുണ്ട്, വേണ്ട നമുക്ക് തോട്ടിയിട്ട് എടുക്കാം. പെട്ടി എടുക്കണമെങ്കിൽ തോട്ടി വേണം. അപ്പം നമുക്ക് കരിമീൻ പെട്ടി എടുക്കാൻ പോവാം. പോവാം. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, സാരമില്ല. നമുക്ക് പെട്ടി ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാം. മഴ കണ്ടവന് കൂടുതലും തോന്നുന്നില്ല, ചാറിയ നിൽക്കുക. നമ്മളെ ആദ്യത്തെ പെട്ടി ഇവിടെയാണ് ഇട്ടിരിക്കുന്നത്. ഒന്നെടുക്കാം. ലൈറ്റിൻ്റെ വിഷയമുണ്ടല്ലേ, ഇതിലായിട്ടും കിട്ടിയില്ല, നോക്കട്ടെ. വെട്ടി വീണ് കിടക്കുക. ഇതിനകത്തൊരു കൊഞ്ചാണ്. എന്താ ഇതിനകത്തെ കപ്പ ഇപ്പരുവാക്കിയത്. അപ്പൊ ഇവിടെ തന്നെ ഇട്ടേക്കാതെ. അപ്പൊ നമുക്കിതിന് തീറ്റി കുത്തി പെട്ടി ഇവിടെ തന്നെയാണ് നമ്മൾ ഇടുകയാണ്. ഇതിട്ട് കപ്പ ഉണ്ടോ? അടുത്ത പെട്ടി നമ്മൾ ഈ ഭാഗത്തായിട്ടിരിക്കുന്നത്, നോക്കട്ടെ. കിട്ടി. മഴ മാറുന്ന ലക്ഷണമില്ല, മഴ ചാറുക. ഇതിനകത്തും കൊഞ്ച. ഇനി ഇവനെ ഇവിടെ എടുത്തോണ്ട് ഇടുന്നത് ശരിയാകത്തില്ല, ചാടിപ്പോവും. ഉണ്ടോ? ഇത് നമുക്ക് ഈ വള്ളത്തിൽ ഇനി ഇവിടെ ഇട്ടാൽ ഇത് ചാടിപ്പോവും. നമുക്ക് പടിക്കടിയിലോട്ട് തന്നെ ഇടാം. ഇതിനെയും പടിക്കടിയിലിടാം. ഇനിയിപ്പോൾ ശാലം കുറച്ച് വെള്ളം ചരിക്കണം. നമുക്ക് ഈ പെട്ടി ഇട്ടിട്ട് വെള്ളം ചരിക്കാം. ഇതിന് കപ്പയും ഏതാണ്ടത് പകുതി കൂടുതൽ തീർത്ത് കണ്ടോ. അതിങ്ങനെ വരും, വെള്ളമില്ലാഞ്ഞിട്ടാ. ഞാൻ അവിടെ പോയി കിടക്ക്. ഇതേ കപ്പ കുത്തി ഇതുപോലെ തന്നെ ഇടാം. നമ്മളത് ഇവിടാണ് ഒരു പെട്ടി ഇട്ടിരിക്കുന്നത്. കിട്ടി. പെട്ടി വീണ് കിടക്കുക. ഇതിനകത്ത് കൊഞ്ച, കൊഞ്ചിന്റെ മീശ നീണ്ടു നിൽക്കുന്നുണ്ട്. എന്താ ഇത് നല്ല കൊഞ്ച. ഉണ്ടോ? ഇത് നമുക്ക് പടിക്കടിയിലോട്ടിടാം.
കിട്ടി. പെട്ടി വീണ് കിടക്കുക. കൊഞ്ച മുഴുത്ത കൊഞ്ച. അപ്പൊ ഇതിനെ നമുക്ക് പടിക്കടിയിലിട്ടിടാം. എന്നിട്ട് നമുക്ക് പെട്ടി കപ്പ ഓർത്ത് നമുക്ക് ഇവിടെ തന്നെ ഇടണം. ഇതിനകത്ത് ചെമ്മീൻ കയറിയിട്ടുണ്ടായിരുന്നു. കണ്ടു. കപ്പ ഏതാണ്ട് കപ്പ ഈ പരുവാക്കി ഉണ്ടോ? ഈ കപ്പ ഇവിടെ ഇട്ടെ. നമ്മുടെ ഒരു പെട്ടി ഇത് ഇവിടെ ഉണ്ട്. നോക്കാം, എടുക്കാം, നോക്കാം. കിട്ടിയില്ല. കിട്ടിയില്ല. നമ്മുടെ അടയാളം തെറ്റി. കുറച്ചുകൂടെ മുന്നോട്ട് മാറി നോക്കാം. പെട്ടിയിട്ടിരിക്കുന്ന കിട്ടി. ആദ്യം നോക്കിയിട്ട് നമ്മുടെ അടയാളം തെറ്റിപ്പോയായിരുന്നു. ഇപ്പൊ നമുക്ക് കിട്ടി. ഇപ്പടി അരളിയ കണ്ടവാനം അരളി വളർന്ന് പെട്ടി വീണ് കിടക്കുക. ഇതിനകത്ത് ഒരു കരിമീൻ. കപ്പയും തിന്ന് ഇത്ര ആക്കിയത്. നല്ല ജീവനാണ്. അത് പെട്ടിക്കകത്ത് കിടന്നതുകൊണ്ടാ ശകലം നേരം അത് അനങ്ങാതെ കിടക്കും. അത് കഴിയുമ്പോൾ അത് കുറച്ചു നേരം അത് അനങ്ങാതെ കിടക്കും. പെട്ടിക്കകത്ത് കയറുന്ന കരിമീൻ നമ്മള് ചിലപ്പോ ചത്തു പോവും. കൂടുതലും ചാകാതെ തന്നെ കിട്ടും. ഒന്നുമല്ലാതെ ഇപ്പൊ അനങ്ങും. ഇത് കണ്ടോണം, അനക്കം തുടങ്ങി. അത് ചാടിപ്പോവും മിക്കവാറും. ചാടാൻ തുടങ്ങി. കണ്ടോ, കുറച്ചു നേരം അത് അനങ്ങാതെ കിടക്കും. പടിക്കടിയിലിട്ട് നോക്കോട്ടെ, ഇല്ലല്ലേ ചാടിപ്പോവും. അത് കിട്ടി. ഇവിടെ എല്ലാം പോളയായി. ഇനിയിപ്പോൾ അടുത്ത വെള്ളപ്പൊക്കം വരുമ്പോഴേ ഈ പോളയൊക്കെ പോകത്തുള്ളൂ. പെട്ടി ഇത് വീണ് കിടക്കുക. ഇതിനകത്തൊരു കരിമീന. മുമ്പലത്തെ അത്രയും വലിപ്പമില്ല കരിമീനല്ലേ. ഈ ഭാഗത്തൊരു പെട്ടിയുണ്ട്, നോക്കട്ടെ. പിന്നെ അടയാളം നോക്കിയാണ് നമ്മൾ പെട്ടി. ഉദ്ദേശ അടയാളമാ. ഇത് വീണ് കിടക്കുക പെട്ടി. പിന്നെ മീനാണെന്ന് കണ്ടില്ല. ഇവിടെ ഒരു വലിയ കരിമീനും ഒരു ചെറിയ കരിമീനും.
കണ്ട് കണ്ട് കണ്ട്. പെട്ടി വീണ് കിടക്കുകയാണ്. കയറ് പിരിഞ്ഞ് കിടക്കായിരുന്നു, അതാ പിരിവൊന്ന് മാറ്റുകയായിരുന്നു. അതിനകത്തൊരു കരിമീനായിരുന്നു. എന്താ ഇതിനകത്ത് കരിമീൻ തന്നെയാണ്, ഒരു അനങ്ങുന്നുണ്ട്. നല്ല അടിപൊളി. ഇപ്പൊ കയറിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. അവനത് നേരെ ആണ്ട, അത് അങ്ങോട്ട് ഇട്ടാലും ഉടനെ അതൊന്ന് തിരിച്ചു വരും. പെട്ടി ഇട്ടിട്ട് ഇനിയും കരിമീൻ എടുത്തില്ല. ഈ കരിമീന് എടുത്തകത്തിട്ടിട്ട് അടിക്കടിയിലോട്ട് ഇട്ടിട്ട് അടുത്ത പെട്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് പോകാം. മഴ അല്പം കുറവുണ്ടല്ലേ, പക്ഷെ ഈ വെയില് അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാലും വീഡിയോയിൽ ക്ലിയർ ആകുന്നില്ലല്ലേ, വെളുത്തിരിക്കുന്നു. തപ്പിയെടുക്കട്ടെ. കിട്ടി. പെട്ടി വീണ് കിടക്കുക. ഇതിനകത്തും പടയ്ക്കുന്നുണ്ട്. കരിമീനാണ്. 2 ചെറിയ കരിമീൻ. അതിനകത്ത് ഒരു കരിമീൻ ചത്തുപോയി. ഇത് ചത്തുപോകുന്നതിൻ്റെ കാര്യം, കരിമീനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. അതിൻ്റെ ഇണയല്ല കൂടെയുള്ളതെങ്കിൽ അതങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുണ്ടാക്കും. അതിലാരോഗ്യം കൂടിയ കരിമീൻ ജീവനോടെ നിൽക്കും, മറ്റത് ചത്തും പോവും. അതാണ് അതിൻ്റെ സത്യം. നമ്മൾ ഉദ്ദേശിച്ച ഒരടയാളം വെച്ചാണ് പെട്ടി ഇട്ടിരിക്കുന്നത്. കിട്ടി. പെട്ടി വീണ് കിടക്കുക. ഇതിനകത്തും കരിമീന. ഒരു കുറുവായ അങ്ങോട്ട് പോവുക. അതുകൊണ്ടോ ഒരു കുറുവായ ഒരു കരിമീൻ വെള്ളത്തിയായിരുന്നു അതിനകത്ത്. അത് ചാടിപ്പോവത്. അതാ കൂതിലേക്ക് അങ്ങ് പോയി. ഇവിടെ ഒരു പെട്ടിയുണ്ട്. കിട്ടി. ഈ പെട്ടിയും വീണ് കിടക്കുക. അനങ്ങുന്നുണ്ടെന്നു. അതെല്ലാം കൂടി നടക്കുക. കപ്പ ഊരിപ്പോയായിരുന്നു. ചെറുതല്ലേ, ചാടിപ്പോവാണെങ്കിൽ പൊക്കോട്ടെ. ഒരു ബോട്ട് വരുന്നുണ്ട്, ഉണ്ടോ? ഫിഷ് ബോട്ടാണ് അത്. എനിക്ക് തോന്നുന്നു കുട്ടനാട് കാണാൻ ഇറങ്ങിയവരാണെന്ന് തോന്നുന്നു. അല്ല, നമ്മുടെ പെട്ടി കിട്ടി. നോക്കാം. പെട്ടി വീണ് കിടക്കുകയാണ്.
ഒന്നുമില്ല. പെട്ടി ചുമ്മാതെ വീണ് കിടക്കുകയായിരുന്നു. നമ്മുടെ പെട്ടി മുഴുവൻ നമ്മൾ പൊക്കി കഴിഞ്ഞ്. ഒത്തിരി പെട്ടിയൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് ചെന്നിട്ട് നമുക്ക് എന്തുമാത്രം മീനുണ്ട് എന്ന് നോക്കാം. അങ്ങോട്ട് വിടും. നീന്തി ഓന്താണെന്ന് തോന്നുന്നു. നീന്തി വരുന്നുണ്ട്. നീന്തി വരുന്നുണ്ട്. ആ ആ ആ കാണുന്നില്ല. എങ്ങനെയോ വെള്ളത്തിൽ പോയ ഓന്താ അതെങ്ങനെയോ. ഓ വെള്ളത്തിൽ നീന്താൻ ഇറങ്ങിയത്, പക്ഷെ സ്ഥലം മാറി. തൊഴിലിരിക്കുക. അത് ഇനി അങ്ങനെ ഇരിക്കട്ടെ, അവനെ കരക്കി വിടാം നമുക്ക്. ചെറിയ ഓന്ത എങ്ങനെയോ വെള്ളത്തിൽ പോയതാ അത്. അത് വാളയൊന്നും ഇല്ലാത്ത ഭാഗ്യം. വാളയുണ്ടെങ്കിൽ അല്ല, കുരിവാള ഉണ്ടെങ്കിലും പറമ്പിലെത്തി. അവൻ രക്ഷയായി. പോയി അവൻ പോയി നേരെ തെങ്ങയിലോട്ട് കയറുക. പോയി. നമ്മള് വീട്ടിൽ കടവിൽ വന്നിരിക്കുകയാണ്. തോട്ടി കരക്കിട്ടു. അപ്പൊ നമുക്ക് ഇന്ന് പെട്ടി വെക്കാൻ പോയി എന്തുമാത്രം മീൻ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. വരുന്നുണ്ട് ചാടാൻ ഒരുങ്ങിയാണ് വരുന്നത്. ആ കൊഞ്ച് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് കിട്ടിയ മീനാണ് ഇത്ര മീൻ. കരിമീനുണ്ട്, ഒരു കുറുവയുണ്ട്, കൊഞ്ചുണ്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ. അപ്പൊ ഞങ്ങളുടെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ഞാൻ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇത് തറക്കടില്ലാത്ത രീതിയിൽ നമുക്ക് മീൻ കിട്ടി അല്ലേ? ഇന്ന് നമുക്ക് എത്ര മീനാണ് കിട്ടിയിരിക്കുന്നത്. തറക്കടില്ലാത്ത രീതിയിൽ ഇന്ന് നമുക്ക് മീൻ കിട്ടി. ഇവിടുത്തെ കരിമീനുണ്ട്, ചെറുതുണ്ട്.